ഷാനവാസിന് നെഞ്ചുവേദന വരാൻ കാരണം ഇതൊക്കെയാണ്. കൂടുതൽ അറിയാൻ ചാനലിലേക്ക് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് പറയുന്നത് വേറെ ഞാൻ എടുത്ത പുതിയ ബിഗ് ബോസ് അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷനായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യത്തിലേക്ക് കിടക്കാം. ഷാനവാസിന് ഇന്നലെ നെഞ്ചുവേദനയും ശ്വാസം കിട്ടാതെയും വന്നു ഷാനവാസ് ഹോസ്പിറ്റലിൽ. നമ്മളെല്ലാവരും കണ്ടതാണ്. ഇതിന് ഇടയായ കാരണങ്ങൾ എന്തൊക്കെയാണ്? നെവിനുമായിട്ടുള്ള ഇഷ്യൂയിൽ മുന്നേ ഷാനവാസ് ഇവർ ക്യാപ്റ്റനായ പിന്നെ സമയത്തിന് ഫുഡ് കിട്ടുന്നില്ല. പിന്നെ നന്നായി ടാസ്ക് ഉണ്ട്. നല്ല ബോഡി ഭയങ്കരമായിട്ട് വീക്കായ ടാസ്കുകളാണ് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കരമായിട്ട് ഇതായിട്ടുള്ള ടാസ്കുകൾ. പിന്നെ സമയത്തിന് ആഹാരം കഴിക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നില്ല. ഇതൊരു കാരണമാണ്. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ നെവിനുമായിട്ടുണ്ടായിരുന്ന സമയത്ത് ഷാനവാസിന് പെട്ടെന്ന് ഈ ദേഷ്യം വരണം. നമുക്ക് ഒച്ചയെടുക്കണം. ഈ ഒച്ചയെടുക്കുന്ന സമയത്ത് പുള്ളിക്ക് ടെൻഷൻ അങ്ങ് കയറും. നമ്മളിപ്പോൾ ആരാണേലും ഇങ്ങനെയുള്ള ഹാർട്ടിന് അസുഖമുള്ളവർക്ക് ടെൻഷൻ അടിക്കും. ഭയങ്കര ഇതാണ്. ടെൻഷൻ അടിക്കുമ്പോൾ നമുക്ക് അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പിന്നെ നെവിൻ്റെ കൈ ഷാനവാസിൻ്റെ ചങ്കിൽ കൊണ്ട് എന്ന് പല ആളുകളും പറയുന്നുണ്ട്. അത് ചെറുതായിട്ടത് ബിഗ് ബോസിന് പോലും വ്യക്തതയല്ല. എന്നാലും അവരത് നോക്കുന്നുണ്ട്. അത് അവരത് ശരിക്കും കാണിക്കാഞ്ഞിട്ടാണോ ലൈവിൽ അത് നമുക്ക് അറിയത്തില്ല. പക്ഷെ പല പ്രാവശ്യം ഞാൻ ആ വീഡിയോ നോക്കിയിട്ടും നെവിൻ്റെ കൈ ദേഹത്ത് വരും വരാതെ അങ്ങനെയാണ് തോന്നുന്നത്. പക്ഷെ നെവിൻ്റെ കൈ ഷാനവാസിൻ്റെ നെഞ്ചിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. ഇതും ഒരു കാരണമാണ്. പിന്നെ ഷാനവാസ് വീണ സമയത്ത് ഷാനവാസ് ഭയങ്കരമായിട്ട് കിതയ്ക്കുന്നുണ്ടായിരുന്നു. ശ്വാസം കിട്ടുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾ അപ്പം അവിടെ നിന്ന ഈ മനുഷ്യത്വമില്ലാത്ത ആര്യനും അക്ബറും നെവിൻ കുറേ പ്രാവശ്യം പറഞ്ഞു ഡ്രാമയാണ് പറയുന്നത്. ഒരു മനുഷ്യൻ ചെസ്റ്റ് പെയിനായിട്ട് അഭിനയിക്കുവാണെങ്കിൽ അവരിങ്ങനെ അങ്ങ് വീഴുകയുള്ളൂ. എന്നും പറഞ്ഞങ്ങ് വീഴുകയുള്ളൂ. ഈ ഭയങ്കരമായിട്ട് ഹൃദയമെടുപ്പും അല്ലാതെ ഭയങ്കരമായിട്ട് അണയ്ക്കുകയും ചെയ്യത്തില്ല. എന്നാലും ഷാനവാസ് നന്നായി അണയ്ക്കുന്നുണ്ട്. അപ്പം ഞാൻ വീഡിയോ ഇട്ടായിരുന്നു. ഇത് ഒരു ഡ്രാമയല്ല, ഇത് ഷാനവാസിന് സീരിയസ് ഇതാവും. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ആരെയും ജഡ്ജ് ചെയ്യാൻ പാടില്ല. ഇതൊക്കെയാണ് ഷാനവാസിന് പെട്ടെന്ന് ഉണ്ടാകാൻ കാരണം. പിന്നെ ഷാനവാസ് ഇതിനെ എത്രയും പെട്ടെന്ന് ഒരു ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഒബ്സർവേഷനിലാണ് എന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഷാനവാസ് എത്രയും പെട്ടെന്ന് തിരിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥനയോട് എൻ്റെ കൊച്ചിയുടെ അവസാനിക്കും.